ഇത് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ, നാഷണൽ ഡേ ഹോളിഡേയ്സിലെ. മോർണിംഗിൽ തന്നെ കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ച് നമ്മൾ വേറെ എങ്ങോട്ടും അല്ല പോകുന്നത്, അല്ലേ കനാലിലോട്ടാണ്. ഇന്നലെ ഒരു ലോങ് ട്രിപ്പ് കഴിഞ്ഞ് എത്തിയിട്ടുള്ളൂ അലൈനിലോട്ട്. അതിന്റെ ഉറക്കക്ഷീണവും ചടവൊക്കെ ഉണ്ടെങ്കിലും മോട്ടിവേഷൻ എന്താ വെച്ചാൽ ബീച്ചിലിറങ്ങി കളിക്കാനാണ് കേട്ടോ അതിൻ്റെ ഉണ്ണിയുടെയും. അല്ലേ കനാൽ ഓപ്പൺ ആയിട്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 1 ഇയർ ആയി കാണും. നമ്മൾ തേർഡ് ടൈമാണ് അവിടെ വിസിറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം നമ്മളൊരു ഓപ്പണിംഗ് ടൈം നൈറ്റ് ആയിരുന്നു. അന്ന് അവിടെ ബീച്ചിന്റെ സൈഡിലൊക്കെ എൻട്രി ഉണ്ടായിരുന്നു. അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഉണ്ണിക്കും അതിനുള്ള ചേഞ്ചിങ് ഡ്രസ് ഒക്കെ എടുത്ത് നമ്മൾ പുറപ്പെട്ടിട്ടുള്ളത്. സെക്കൻഡ് ടൈം നമ്മളൊരു പബ്ലിക് ഹോളിഡേ ടൈമിലാണ് പോയിരുന്നത്. അന്ന് സൂപ്പർ ക്രൗഡഡ് ആയിരുന്നു കേട്ടോ. അന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാം അങ്ങ് ട്രെൻഡിങ് ആയി നിൽക്കുമായിരുന്നേ. അതുകൊണ്ട് തന്നെ അന്ന് നമുക്ക് അടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് നമ്മൾ വേഗം തന്നെ തിരിച്ചു. ഇന്നാണ് അപ്പോൾ നമുക്ക് ആ മോർണിംഗ് വ്യൂ സാധ്യമായിരിക്കുന്നത് കേട്ടോ. എന്തായാലും മോർണിംഗ് വാക്കേഴ്സും സൈക്ലിങ്ങിനുള്ളവരും മാത്രമേ ഈ ടൈമിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മോർണിംഗ് തന്നെ നമുക്ക് ആ ലേഖനത്തിൽ കിട്ടിട്ടോ. ഇനി നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഉണ്ണിനും ബീച്ചിലിറക്കണം. അതെന്താവുന്നു നമുക്ക് അല്ലെങ്കിൽ വേണ്ട, അത് നമുക്ക് വഴിയെ തന്നെ കാണാലോ. അല്ലേക്കനാൽ എന്ന് പറയുമ്പോഴേ എനിക്ക് നാട്ടിലൊരു വൈബാണ് കേട്ടോ കിട്ടുന്നത്. ഈ പൈൻ ഫോറസ്റ്റും ഈ റോക്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കടലിലോട്ട് ഇറങ്ങി നിൽക്കണം. അങ്ങനെ നല്ല രസമായിരുന്നു. എന്തായാലും ആ വ്യൂ നമുക്ക് എന്തായാലും ഇപ്പൊ കാണാം, ആ വ്യൂ എങ്ങനെയുണ്ടെന്ന്. എന്തായാലും ആദ്യം ഉണ്ണിയും ബീച്ചിലിറങ്ങാന്നുള്ള ഒരു സന്തോഷത്തിലായിരുന്നു ഇപ്പൊ ഇവിടെ എത്തിയത്. പക്ഷെ എന്താ സംഭവിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ബീച്ചിന്റെ സൈഡ് അവർ ഫെഞ്ച് വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അങ്ങോട്ട് എൻട്രി ഇല്ല ഇപ്പൊ നമുക്ക്. എന്തായാലും നമ്മളിങ്ങനെ നടക്കാണ് കേട്ടോ, ആ ഭംഗിയൊക്കെ ആസ്വദിച്ച്. എന്തായാലും ആ നൈറ്റ് വ്യൂ മോർണിംഗ് വ്യൂ അത് ഡിഫറെന്റ് ആണ് കേട്ടോ. ഈ ബീച്ചിന്റെ സൈഡിലൊക്കെ ആയിരുന്നു അന്ന് നമുക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നത്. എന്തായാലും അതും ഉണ്ണി ഇങ്ങനെ സങ്കടത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഇനി ഇറങ്ങാൻ പറ്റില്ലല്ലോ. നോക്കി നിൽക്കുമ്പോഴാണ് നമ്മുടെ കണ്ണിൽ അത് പെട്ടത്. എന്താ, അകലെ അങ്ങ് ദൂരെ ഒരു ബീച്ച്. അവിടെ ആളുകളൊക്കെ ഇറങ്ങി കളിക്കുന്നുണ്ട്. അതേതാ ബീച്ച്? വേഗം തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കിട്ടോ. അതേതായിരുന്നു ആ ബീച്ച്? അല്ലെങ്കിൽ വേണ്ട, അത് നമുക്ക് സെക്കൻഡ് പാർട്ടിൽ പറയാം. അതൊരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. അല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോ അങ്ങ് ലോങ് ആയിപ്പോൾ. എന്തായാലും അവിടുത്തെ കടൽക്കാറ്റും മോർണിംഗ് വ്യൂവും ആ സൺറൈസിൻ്റെ ആ ഭംഗിയൊക്കെ കണ്ട് നമ്മൾ കുറച്ചു നേരമൊക്കെ അവിടെ നിന്നു കേട്ടോ. അതിനുശേഷം ഇനി അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക്, ബീച്ചിലാണല്ലോ നമ്മുടെ അങ്ങനെ ബീച്ചിലേക്ക് കളിക്കാന്ന് വെച്ചിട്ട് രണ്ടാളും കൂടെ വീണ്ടും തിരിച്ചു നടക്കാണ് കേട്ടോ.